ഇവിടെ വിദ്യാർത്ഥികളെ LBSന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്ഷൻ ഡേറ്റ് 5-ാം തീയതി കഴിഞ്ഞു. അടുത്തൊന്ന് റാങ്ക് ലിസ്റ്റ് ആണ്. താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 12-ാം തീയതി വരും. ഈ റാങ്ക് ലിസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് നോക്കിയാലോ. അതായത് മാക്സിമം 300 ഇൻഡെക്സ് മാർക്കുള്ള 500ഓളം വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് കരുതുക. ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥിക്ക് ഇൻഡെക്സ് മാർക്ക് ബേസ്ഡ് റാങ്ക് ലിസ്റ്റ് കൊടുക്കുന്നത് ഒരു 6ഓളം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് +2ന്റെ ബയോളജി മാർക്ക്. അതിൽ സെയിമായി വരികയാണെങ്കിൽ നമ്മളോട് +2ന്റെ കെമിസ്ട്രി മാർക്ക് നോക്കും. അതിനും വിദ്യാർത്ഥി സെയിമായി വരികയാണെങ്കിൽ +2ലെ ഫിസിക്സ് മാർക്ക്. അതിനും വിദ്യാർത്ഥികളെ സെയിമായി വരികയാണെങ്കിൽ 1200 ലഭിച്ച പേഴ്സൻറ്റേജ് ഉണ്ടാവുള്ളൂ ആ മാർക്ക്. അതിൽ തന്നെ ഏകദേശം റാങ്ക് ലഭിച്ചിരിക്കും. എന്നാലും അവിടെയും വിദ്യാർത്ഥികൾ സെയിമായി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ +2ന്റെ ഇംഗ്ലീഷിലെ മാർക്ക് അവിടെ ഏതെങ്കിലും കാരണവശാൽ സെയിം ആവുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ ഏറ്റവും ഏജുള്ള വിദ്യാർത്ഥിക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ബേസ്ഡ് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടാം അല്ലേ. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോളേജിൽ തന്നെ പഠിക്കുവാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.